ഏവർക്കും സ്വാഗതം സിമ്പിൾ പാചകത്തിലേക്ക്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് ഡാൽ പക്വാൻ. അതിനായി ആദ്യമേ ഡാൽ വേണം. ഡാൽ എന്ന കടലപ്പരിപ്പ്. ഇത് ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയുടെ പരിപ്പാണിത്. ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഞാൻ കഴുകി വെച്ചിരുന്ന കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1/4 കിലോ കടലപ്പരിപ്പുണ്ട്. ഇത് ഏകദേശം 1/4 കിലോ കടലപ്പരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നിടം വരെ ഫുൾ ഫ്ലെയിമിലിടുന്നു. അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ഫ്ലെയിം സ്ലോയിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നു. ഇതിനകത്തേക്ക് അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾ ചേർത്തു, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഡാല് ഇവിടെ വെന്ത് കിടക്കുവാണ്. നമുക്കിനി ഇതിന് ഒത്തിരി വെന്ത് പോകല്ല, നല്ലപോലെ വെന്ത് കിടക്കുന്ന ഡാലാണ്. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകല്ല, നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. കടിക്കാനല്ല, നല്ല വെന്ത് കിടക്കുക. ഇതിലേക്ക് നമുക്കിനി കടുവറുത്ത് താളിച്ചിടാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ചു. ഒത്തിരി ചേരുവൊന്നും ഇതിനകത്തില്ല. നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിനകത്ത് താളിച്ചിടാൻ വേണ്ടുന്ന സാധനങ്ങൾ: 1/2 ടീസ്പൂൺ ജീരകം, അക്കാജീരകം, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം, 2 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ആംചൂർ പൊടി. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ജീരകം ഇടാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം, പച്ചമുളക്, ഫ്ലെയിം മീഡിയത്തിലിടണം. മുളക് പൊടി, ആംചൂർ പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല ഇടണം. ഗരം മസാല, മസാല മൂത്ത് നല്ല മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെയൊക്കെ. നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന കടല ഇതിനകത്തോട്ടിടാം. ഇനി അധിക സമയം ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദാൽ പക്വാൻ്റെ ഡാൽ റെഡിയായി. അധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഉപ്പ് വേണമെന്ന് നോക്കണം. ഇനി എരിവ് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, കൂടുകയോ കുറയോ ചെയ്യുന്നത്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇത് കട്ടിയിലോ ഇതിന് ലൂസായിട്ട് വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം. ഇതിന് ചിരുന്ന് കുറുകുന്ന സാധനമാണ് കടല പരിപ്പല്ലേ, വെന്ത് കഴിയുമ്പോൾ കുറുകും. ഇത് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഞാൻ ഈ ഫോമിലാണ് എടുക്കുന്നത്. നമ്മുടെ ഡാൽ റെഡിയായി. ഗ്യാസ് ഓഫ് ആക്കുവാണ്. ഇനി നമുക്ക് പക്വാൻ, അതിൽ നമുക്ക് പക്വാൻ എന്ന് പറഞ്ഞാൽ പൂരിയുടെ കൂട്ടൊരു സാധനമാണ്. അതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമുക്കിനി പക്വാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി 1/4 കിലോ മൈദ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, അത് ജീരകം ഇടും, അരിമോദകം. ഇത് ഓപ്ഷണലാണ് അരിമോദകം. നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം. ജീരകം അരിമോദകം ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ 2 ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഈ മാവും എണ്ണ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. ഇതിവിടുത്തെ സിന്ധികളുടെ ട്രഡീഷണൽ ഫുഡാണ്.
ദാൽ പക്വാൻ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒത്തിരി ലൂസാകല്ല വിധം കട്ടി തന്നെ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് കഴിഞ്ഞു. ഈ കട്ടിക്ക് വേണം കുഴയ്ക്കാൻ. നമുക്ക് ഇതിൻ്റെ 10 മിനിറ്റ് ഇത് വെക്കാം. ഇപ്പോൾ എണ്ണ ഇതിൻ്റെ പുറത്ത് തൂത്ത് വെക്കാം, ഉണങ്ങാതിരിക്കുക. ഇവിടുന്ന് റെസ്റ്റ് ചെയ്യും. നമുക്ക് ഈ ഡാലിനകത്ത് ഒഴിക്കാൻ ഒരു ചട്നി ഉണ്ടാക്കണം, ചമ്മന്തി. അതിനായി ഞാൻ അല്പം മല്ലിയില, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു സബോളയുടെ പകുതി ചെറിയ സബോള, ഇതെല്ലാം കൂടെ ഞാൻ പുളിവെള്ളം ഒഴിച്ച് ഉപ്പും വെച്ച് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. അത് നമുക്ക് ഈ ഡാലിനകത്ത് ഈ പക്വാൻ റെഡിയായി കഴിയുമ്പോൾ മുക്കി തിന്നുമ്പോൾ ഈ ഡാലിൻ്റെ മേളിൽ ഇത് ഒഴിക്കുമ്പോൾ അത് വരിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിന് വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ മല്ലിയില ഇല്ലെങ്കിൽ നല്ലപോലെ പുളിനീരെടുത്തിട്ട് അതിനകത്തോട്ട് സവോള കൊത്തി അരിഞ്ഞതും 2-3 പച്ചമുളകും അല്പം ശർക്കരയും ചേർത്ത് ഇളക്കി ഒരു ചട്നി ഉണ്ടാക്കുക. മിക്സിയിൽ അരക്കണം. ഇതിപ്പോൾ എനിക്ക് മല്ലിയില ഉള്ളത് കൊണ്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അരച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കും. നമ്മുടെ മല്ലിയില ചട്നി റെഡിയായി. നല്ല എരിവാണിത്. ഇത് അല്പം 2 സ്പൂൺ 1 സ്പൂണൊക്കെ ഒഴിക്കത്തുള്ള ഡാലിൻ്റെ മേളിൽ. ഇത്രയും മതി, ധാരാളമാണ്. നമുക്കിനി പക്വാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ പക്വാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ മാവ് റെഡിയായി. നമുക്ക് ഓരോ ഉരുളയാക്കി എടുത്ത് പരത്തിയെടുക്കാം. ഇത് നമുക്ക് തലേദിവസം വേണേൽ ഉണ്ടാക്കി വെക്കാം. ഇത് ക്രിസ്പി ആയിട്ടിരിക്കുന്ന സാധനമാണ്. നമുക്കിത് പരത്താം. ഇപ്പം മാവ് തൂത്ത് വേണം പരത്താൻ. പക്വാൻ നല്ല വലിപ്പമുള്ളതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനുള്ള ചപ്പാത്തിയെക്കാട്ടി വലിപ്പമുള്ളതൊക്കെ കിട്ടും. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കൊരു ഫോർക്ക് വേണം. അതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ കുടുന്ന് വരും. നമ്മുടെ ബട്ടൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ ഇത് പൊങ്ങി വരും. ഇങ്ങനെ ഹോൾസ് ഇട്ട് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരത്തില്ല. എല്ലായിടത്തും ഇതിൻ്റെ ഇത് കത്തിച്ച ചെറിയ നൈഫാണേലും മതി. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു സാധനം വേണമെന്നേ ഉള്ളൂ. ഫോർക്ക് തന്നെ വേണമെന്നില്ല. നമുക്ക് അതുപോലെ ബാക്കിയുള്ളതുകൂടെ പരത്തിയെടുക്കാം. ഞാനൊരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി കിടക്കുവാണ്. നമുക്ക് എണ്ണ ചൂടായി പറഞ്ഞ് ചൂടായി കിടക്കുവാണ്. ഇല്ല, എണ്ണ ചൂടാകണം. എണ്ണ ചൂടായി. നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അമർത്തി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെക്കണേ. ഫുള്ളി വെക്കരുത്. ഒത്തിരി ഫുള്ളി വെച്ചാൽ കരിഞ്ഞു പോകും. ഇപ്പം തിരിച്ചിട്ട് കൊടുക്കാം.
ഒത്തിരി കരിഞ്ഞു പോകരുത്. നമുക്ക് ഈ നിറത്തിൽ കിട്ടണം. അങ്ങനെ നമ്മൾ ഡാൽ പക്വാൻ റെഡിയായി. നമുക്ക് ബാക്കി എല്ലാ ഡാൽ പക്വാനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡാൽ പക്വാൻ റെഡിയായി. ഈ ഡാലിനകത്തേക്ക് നമ്മൾ ചട്നി കഴിക്കാൻ നേരം ഒഴിക്കണം. നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിക്കാം. എന്നിട്ട് ഉള്ളി ഇട്ട് നമ്മൾ ഇത് ഒടിച്ചൊടിച്ച് തിന്നണം. ഏറ്റവും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് കഴിക്കണം. ഇത് ഒടിച്ച് ഇത് മുക്കുമ്പോൾ ഈ മല്ലിയിലയുടെ പുളിയും എരിവും എല്ലാ ചട്നിയുടെ ഇതിലോട്ട് അബ്സോർബ് ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.